ഇപ്പം പാറ പൊട്ടിയിട്ടൊക്കെ ഒട്ടകം പുറത്തു വന്നു എന്ന് വിശ്വസിക്കുന്ന, നിന്നോടൊന്നും യുക്തി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതായത് നബിമാരുടെ മുജിസത്തിലൊക്കെ വിശ്വസിക്കുന്ന, അതായത് യുക്തി നോക്കുകയാണെങ്കിൽ അതില് വിശ്വസിക്കാൻ മുസ്ലിങ്ങൾക്ക് പ്രയാസം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന നിന്നോടൊന്നും യുക്തി പറഞ്ഞ കാര്യമില്ല എന്നൊരു കമന്റ് കണ്ടു ഒരു പോസ്റ്റിന് താഴെ. അപ്പൊ അതിനെന്താണ് ഒരു മറുപടി ആയിട്ട്? ക്യാമ്പസുകളിൽ സജീവമായി നിലനിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ഖുർആനെയും എല്ലാം തമസ്കരിക്കുവാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ നമുക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളും പ്രശ്നങ്ങളും വിമർശനങ്ങളും എല്ലാം ചർച്ച ചെയ്യാനുള്ളതാണ് ഈ വേദി. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ തന്നെ ഈ വേദിയെ നിങ്ങൾ മനസ്സിലാക്കണം. ആ രൂപത്തിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ തുറന്ന് ഉന്നയിക്കുവാൻ ഈ വേദിയിൽ നിങ്ങൾ സന്നദ്ധമാകണമെന്നാണ് ആമുഖമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കമന്റ് പാറ പൊട്ടി പൊട്ടകം വരുമെന്ന് വിശ്വസിക്കുന്ന നിന്നോട് യുക്തിയെക്കുറിച്ച് സംസാരിക്കണതിൽ ഒരു അർത്ഥമില്ലാന്ന്. അവരോട് നിങ്ങൾക്കറിയാവുന്ന യുക്തി എന്താണ് എന്ന് തിരിച്ചു ചോദിക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഒരേ സമയം തന്നെ ഒരു കാർ ഇവിടെ ഉണ്ടാകും പുറത്തുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന യുക്തി നീ വിശ്വസിക്കോ? ഒരേ സമയം തന്നെ ഒരു കാർ ഇവിടെയും ഉണ്ടാകും, അതേപോലെ പുറത്തും ഉണ്ടാകും. ക്വാണ്ടം ടണലിംഗ് എന്ന ഫിസിക്സിലെ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളെ ലളിതവൽക്കരിച്ച് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതാണ്. കാറിന് പകരം സൂക്ഷ്മകണങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അയാളുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് സയൻസ് പറയുമ്പോൾ അത് അംഗീകരിക്കും എന്നതാണ് വസ്തുത. അതേപോലെ തന്നെ സത്യത്തിൽ ഈ യുക്തിവാദം എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, യുക്തി മാത്രം ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇത് ആധുനിക കാലഘട്ടത്തിൽ അതിന്റെ എല്ലാ അടിത്തറയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം മോഡേൺ സയൻസ് എന്ന് പറയുന്നത് യുക്തി അടിസ്ഥാനരഹിതമാണെന്ന് പറയലാണ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ നിങ്ങൾക്കിടയിൽ പ്രൊഫഷണൽ സ്റ്റുഡൻസ് എന്നുള്ള നിലക്ക് പലരും +2 ക്ലാസ്സുകളിലെങ്കിലും ഫിസിക്സ് എടുത്ത ആളുകളുണ്ടാവും, ഫിസിക്സ് പഠിച്ച ആളുകളുണ്ടാവും. എന്താ ക്വാണ്ടം ഫിസിക്സ്? ആർക്കും മനസ്സിലായിണോ? മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവൻക്ക് ക്വാണ്ടം ഫിസിക്സ് മനസ്സിലായിട്ടില്ല എന്നാണ് ക്വാണ്ടം ഫിസിക്സ് അറിയുന്ന ആളുകൾ പറയാ. കാരണം ഒന്നും മനസ്സിലാകൂല എന്നുള്ളതാണ് ക്വാണ്ടം ഫിസിക്സ്. വളരെ സരളമായ ഒരു കാര്യം പറയാം ഞാൻ. ഇവിടെ നിന്ന് ഒരു പന്ത് എടുത്തിട്ട് നിലത്തേക്ക് ഇടുന്നു, അത് നിങ്ങൾ ക്യാമറയിൽ ചിത്രീകരിക്കുന്നു. ആ പന്ത് നിലത്തേക്ക് ഇടുന്നത് ക്യാമറയിൽ ചിത്രീകരിച്ചിട്ട് ആ ക്യാമറയിൽ നിങ്ങൾ സ്ലോ മോഷനിൽ ഇങ്ങനെ പോകുമ്പോൾ എന്തുണ്ടാകും? പന്ത് ഇവിടെ ഉണ്ടാകും, അടുത്ത സ്ഥലത്തുണ്ടാകും, അടുത്ത സ്ഥലത്തുണ്ടാകും, അടുത്ത സ്ഥലത്തുണ്ടാകും, അങ്ങനെയല്ല ഉണ്ടാവുക അല്ലെ? സ്ലോ മോഷനിൽ ഇങ്ങനെ പോകുമ്പോൾ പന്ത് ഇവിടെ ഉണ്ടാകും, അതിന്റെ അടുത്ത പോയിന്റ് ഇവിടെ താഴെ വരുന്നത് വരെ കാണും. അതിന്റെ അർത്ഥം ഒരു സെക്കൻഡിന്റെ ചെറിയൊരു ഫ്രാക്ഷനിൽ പന്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അടുത്ത സ്ഥലത്തുണ്ടായിട്ടുണ്ട്, അടുത്ത സ്ഥലത്തുണ്ടായിട്ടുണ്ട്, അടുത്ത സ്ഥലത്തുണ്ടായിട്ടുണ്ട്. ക്വാണ്ടം ഫിസിക്സിനെ വളരെ സരളമായി ഞാൻ പറഞ്ഞാൽ, ക്വാണ്ടം ഫിസിക്സ് പറയാ പന്ത് ഇവിടുന്ന് മുകും ചെയ്യും, നിലത്തെത്തും ചെയ്യും, പക്ഷെ നടുവിലെവിടെ ഉണ്ടാവൂല എന്നാണ്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ള ഒരു ക്വാണ്ടം ഫിസിക്സിന്റെ വിശദീകരണമാണ്. ഇവിടുന്ന് വിടും, നിലത്തെത്തും ചെയ്യും, പക്ഷെ നടുവിലെവിടെ ഉണ്ടാവൂല. എന്ത് തിരിഞ്ഞ്? ഇവൻ പറഞ്ഞ ഒട്ടകം പാറന്റെ ഉള്ളിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നതിനേക്കാളും വലിയ യുക്തി വിരുദ്ധം. പക്ഷെ മാത്തമാറ്റിക്കലി അത് പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു. അത് പൊട്ടത്തരൊന്നുമല്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സെൽഫോൺ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാറ്റലൈറ്റ്സ് വർക്ക് ചെയ്യുന്നത്.
ക്വാണ്ടം ഫിസിക്സിന്റെ ബേസിസിലാണ്, അതിന്റെ തിയറിറ്റിക്കൽ ബേസിസിലാണ് അതെല്ലാം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് എന്ന് പറയാൻ പറ്റൂല. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവിടെ പാറ പൊട്ടിയിട്ട് ഒട്ടകം വരുന്നു എന്ന് വിചാരിക്കുന്നത്, എന്ന് വിശ്വസിക്കുന്നത്, അത് പടച്ച തമ്പുരാന്റെ അടുത്ത് നിന്നുള്ള വെളിപാടായത് കൊണ്ടാണ്. ആ വെളിപാടിൽ എന്ത് പറഞ്ഞാലും അത് വസ്തുതയായിരിക്കുമെന്ന് നമുക്കറിയുന്നത് കൊണ്ടാണ്. ആ വസ്തുതയാണ് എന്നതിന് തെളിവ് എന്താണ്? പടച്ചോൻ അത് പറഞ്ഞു എന്നുള്ളതാണ് തെളിവ്. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അത് സംഭവിച്ചു എന്നുള്ളതിന് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അത് സത്യപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ഇത് പടച്ചവൻ പറഞ്ഞു എന്നതുകൊണ്ട് അത് സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് യുക്തിവിരുദ്ധം എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് യുക്തിവിരുദ്ധമായ ഇത് അംഗീകരിക്കുന്ന ഈ ആളുകൾക്ക് എന്തുകൊണ്ട് അത് അംഗീകരിച്ചൂടാ? അപ്പൊ അതുകൊണ്ട് തന്നെ അയാളോട് തിരിച്ച് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ ചുരുക്കത്തിൽ പറയാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരം ഉണ്ടാകുന്ന വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ നമ്മളുടെ നമുക്ക് ബുദ്ധി കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന വിജ്ഞാനത്തിലും അതേപോലെ തന്നെ ബുദ്ധി കൊണ്ട് എത്തിച്ചേരാൻ കഴിയാത്ത വിജ്ഞാനം, ആ വിജ്ഞാനം വിജ്ഞാനീയങ്ങൾ പടച്ചവന്റെ വെളിപാടിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ വെളിപാട് ആണ് എന്നതിന് തെളിവുണ്ട് എങ്കിൽ ആ വെളിപാടിൽ വന്നതിനെ യുക്തിപരമായി അപഗ്രഥിക്കാതെ നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്.